അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കൊപ്പം LDF സ്ഥാനാർത്ഥി KS ഹംസ എത്തിച്ചേർന്നിട്ടുണ്ട്. പൊന്നാനി മണ്ഡലത്തിൽ 3ാം ഘട്ടം പ്രചരണം പൂർത്തിയാക്കിയിരിക്കുകയാണ് ശ്രീ KS ഹംസ. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ടോ? പണ്ട് കയറിയിട്ടുണ്ട്. വളരെ പണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് KS ഹംസ എന്ന പൊന്നാനിയിൽ ഇറങ്ങിയ പടക്കുതിരയുടെ രാഷ്ട്രീയ വിശേഷങ്ങൾ ചോദിക്കാം. നമ്മൾ ഈ പ്രചരണം തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് KS ഹംസയെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത് ഞാൻ ഓർമ്മിക്കുന്നു. അതെ, കുളക്കടവിൽ വെച്ച് അന്ന് തുടങ്ങിയതാണ്. അപ്പോ എത്ര ഘട്ടമായി പ്രചരണം? പിന്നെ വെച്ചടി അങ്ങോട്ട് കയറി ഒരു 2-3 വട്ടം. അതേ ആത്മവിശ്വാസം എപ്പോഴും മുഖത്തുണ്ട്. ഒന്ന് ഇരട്ടിച്ചോ എന്നൊരു സംശയം. കുറച്ചുകൂടി ചെറുപ്പമായതുപോലെ ആണ്. ജനങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ എപ്പോഴും ചെറുപ്പവും. അത് അങ്ങനത്തെ സമയത്തെ അത്തരമൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. അത്ര ശരി ആണ് അല്ലേ? കൂടുതൽ ചെറുപ്പമാവാൻ വേണ്ടി എനിക്കൊരു തുടർച്ചയായിട്ട് ഓടുകയാണ്. ഒരു ദിവസം പോലും അവധി കൊടുത്തില്ല പ്രചരണത്തിന്. ചൂടും നോമ്പും ഒന്നും പ്രശ്നമല്ല. മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും KS ഹംസ എത്തിയിട്ടുണ്ട്. എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. എവിടെ നോക്കിയാലും ഉണ്ട്. MP will be available എന്ന സന്ദേശം കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം അതിന് മാത്രം കൈവീശി പോകത്തില്ല. MP അവൈലബിൾ എന്നതാണ് KS ഹംസ മണ്ഡലത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു വാഗ്ദാനം. അത് നിറവേറ്റുകയാണ് പ്രചരണത്തിലും അല്ലേ? അല്ലെ, നേരിട്ട് പരമാവധി ആൾക്കാരെ കാണാൻ ശ്രമിച്ചു. മാക്സിമം ആളുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. എന്നിട്ട് എന്താണ് നാട്ടുകാർ പറയുന്നത്? നാട്ടുകാർ, ഞാൻ നേരത്തെ പറഞ്ഞൊരു സന്ദേശം എനിക്ക് നാട്ടുകാരോട് അങ്ങോട്ട് പറയേണ്ടി വരുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ ഒരു ജനങ്ങളുടെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ആവേശമാണ്. അത് ഒരു ക്രിട്ടിക്കൽ പെഡഗോഗി എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അത് അവരുടെ ആശയം ഇങ്ങോട്ടെടുത്ത് ഞാൻ അങ്ങോട്ട് കൊടുക്കുക. ഒരു ക്രിട്ടിക്കൽ പെഡഗോഗിയാണ് അത്. അതെ, അപ്പൊ അത് ഒരു അവൈലബിൾ MP എന്നത്, അതാണ് ആശയം. ഞാൻ അങ്ങോട്ട് അവരിൽ നിന്ന് കിട്ടുന്ന ഊർജം ശരിക്കും അത് ഫീൽ ചെയ്യുന്നു. ആശയം സത്യത്തിൽ ഇവിടുത്തെ ജനങ്ങളുടെ ഉള്ളിലെ ഈ അവർ ആത്മാവിന്റെ അറകളിൽ ഈ ആശയങ്ങൾ തിങ്ങി വിങ്ങി ശ്വാസം മുട്ടി കിടക്കുകയാണ്. ഒന്ന് അവൈലബിൾ അല്ല എന്നത് തന്നെ, സാന്നിധ്യമില്ല എന്നത്. പിന്നെ MP എന്നാൽ എന്തോ ഒരു ആലങ്കാരിക പോസ്റ്റ് മാത്രമേ ഉള്ളൂ. അത് നാട്ടിലെ വികസന പ്രവർത്തനങ്ങളിലും മറ്റൊന്നും ഒരു കാര്യമായൊരു സ്വാധീനം ചെലുത്തേണ്ട ഒരു വ്യക്തിയെ അല്ല. അതൊരു ആലങ്കാരിക പോസ്റ്റ് മാത്രമുള്ളതാണ്, ഓർണമെന്റൽ പോസ്റ്റ് എന്നാണ് അവർ ധരിച്ചു വെച്ചിട്ടുണ്ട്. മണ്ഡലത്തിൽ പൂർണ്ണ സമയവും തന്റെ സാന്നിധ്യം ഉണ്ടാവും എന്നതാണ് KS ഹംസ കൊടുക്കുന്ന ഉറപ്പ്. തീർച്ചയായും. അപ്പോൾ ഇതിപ്പോ ലൈലത്തുൽ ഖദറാണ് അല്ലേ? ലൈലത്തുൽ ഖദറിന് വലിയ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. ഉണ്ടല്ലോ, 27ാം രാവ്, പുണ്യങ്ങളിൽ പുണ്യം ചെയ്ത രാവ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധ ഖുർആൻ റമദാൻ മാസത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അതിന് ലൈലത്തുൽ ഖദറിന്റെ രാവിലാണ് അതിന്റെ ഔപചാരികമായ ഇറക്കം ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, അന്ന് വാനലോകത്ത് നിന്ന് ഈ മലക്ക് എന്ന് പറഞ്ഞ മാലാഖ സമൂഹം ഒന്നിച്ച് ഭൂമിയിലിറങ്ങി മനുഷ്യരെ നന്മ ചെയ്ത മനുഷ്യർക്കും അല്ലാത്തവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നാണ് അതിന്റെ ഒരു കൺസെപ്റ്റ്. അതായത് പൊന്നാനി മണ്ഡലത്തിന്റെ മറ്റൊരു മലക്കാവാൻ വേണ്ടിയാണ്. അത് വേറെ കാര്യം. പക്ഷേ ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ഷഹർ എന്ന ഖുർആനിൽ പറഞ്ഞത്, ലൈലത്തുൽ ഖദർ എന്ന രാത്രി 1000 മാസങ്ങളെക്കാൾ പ്രതിഫലം കിട്ടുന്ന ഒരു പ്രാർത്ഥനയ്ക്ക്, ഒരു പുണ്യത്തിന്, ഒരു നന്മയ്ക്ക്, ഒരു രൂപ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, സക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ദാനധർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ 1000 മാസം കൊടുത്ത ധർമ്മത്തിനേക്കാൾ പ്രതിഫലം ഈ ഒരൊറ്റ ദിവസം കൊടുത്താൽ. ഏകദേശം 1,93,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ ET മുഹമ്മദ് ബഷീർ നേടിയത്. ആ ഭൂരിപക്ഷത്തെ മറികടക്കാൻ ഇന്ന് 2,000-3,000 പ്രാർത്ഥനകൾ വേണ്ടിവരും. 1000 വെച്ച കണക്കൂട്ടിയ 2,000-3,000 അല്ല, ഇവിടുത്തെ ലക്ഷക്കണക്കിന് ആളുകൾ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആലോചിക്കാം. അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു രാഷ്ട്രീയ ചോദ്യം കൂടി ചോദിക്കാം. ഇപ്പോൾ വളരെ സജീവമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന 2 വിഷയങ്ങളിൽ ഒന്ന്, രാഹുൽ ഗാന്ധി വരുമ്പോൾ അങ്ങ് തന്നെ ഏറെക്കാലം പിടിച്ചുകൊണ്ട് നടന്ന അങ്ങയുടെ തന്നെ ഹൃദയവികാരത്തിന്റെ ഭാഗമായ ലീഗിന്റെ പച്ചക്കൊടി ഉയർത്താൻ കഴിയാതെ പോയൊരു രാഷ്ട്രീയ സാഹചര്യം വയനാട്ടിലുണ്ട് എന്നാണ്. അത് CPM വലിയ രീതിയിൽ പ്രചരണ വിഷയമാക്കുന്നു. അതിൽ കോൺഗ്രസ് പ്രതിരോധിക്കുന്നത് BJPയുടെ പ്രചരണത്തിൽ പോയി വീഴാതിരിക്കാൻ, ആ കെണിയിൽ വീഴാതിരിക്കാൻ എടുത്ത ഒരു തന്ത്രം എന്ന നിലയിലാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ CPM ഈ ലീഗിന്റെ കൊടി താഴ്ത്തി എന്നുള്ളൊരു പ്രചരണം നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? അത് BJP സഹായിക്കാൻ വേണ്ടിയാണോ, അതല്ല ശരിക്കും ലീഗുകാരുടെ വിഷമം മനസ്സിലാക്കിയിട്ടാണ്? അല്ല, അതല്ലല്ലോ വേണ്ടത്. ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കല്ലല്ലോ വേണ്ടത്. അദ്ദേഹത്തിന് അങ്ങനെ പ്രയാസമുണ്ടെങ്കിൽ ലീഗ് കൊടികളില്ലാത്ത, ലീഗ് വോട്ടിൻ്റെ സ്വാധീനമില്ലാത്ത വേറെ മേഖലയിൽ പോയി മത്സരിക്കല്ലേ വേണ്ടത്. ഇത് ചെറിയ ചെരുപ്പിട്ടു,
അതിന് പാകപ്പെടുത്താൻ വേണ്ടി കാലിനെ ചെത്തിമിരിക്കുന്നത് ശരിയാണോ? കൊടിയും തൊപ്പിയും ഒക്കെ ഒഴിവാക്കാൻ ഇപ്പോൾ തൊപ്പി അറക്കുറ ഒഴിവാക്കിയിട്ടുണ്ട് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ കൊടിയും ഒഴിവാക്കി കഴിഞ്ഞാൽ, പണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. തൊപ്പി ഒഴിവാക്കിയിട്ടാണല്ലോ ഒരു മന്ത്രിസഭയിലേക്ക് എടുക്കാൻ ഉണ്ടായിരുന്നത്. ഉണ്ടായിരുന്നല്ലോ കോൺഗ്രസ് അന്നൊരു ഡിമാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു വേദനാജനകമായ ഓർമ്മ ഇന്ന് എല്ലായിടത്തും ഉണ്ട്. പിന്നീട് ഇടതുപക്ഷ ഗവൺമെൻറ് CPM ആണ്, തൊപ്പി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, തൊപ്പി വെച്ച CH-നെ തന്നെ ഞങ്ങൾ മന്ത്രിയാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഈ കോൺഗ്രസിന്റെ സ്ഥാനത്ത് CPM ആയിരുന്നെങ്കിൽ ലീഗിന് അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല, ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. മാത്രമല്ല രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുന്നില്ലായിരുന്നുവെങ്കിൽ ലീഗ് സമൂഹത്തിന് ഈ നാണക്കേട് ഉണ്ടാവില്ലായിരുന്നു. യഥാർത്ഥത്തിൽ ലീഗിന് സംഭവിച്ച നാണക്കേടെന്ന രീതിയിലാണ് കേസ്. പക്ഷെ അവർ പറയുന്നത് കൊടി വലിയൊരു പ്രശ്നമൊന്നുമല്ല, ഞങ്ങൾ കൊടി മാറ്റിവെച്ചാലും ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധിയുടെ മുഖമുണ്ട് എന്നാണ്. കൊടിയും പ്രശ്നമല്ല അവർക്ക്, തൊപ്പിയും പ്രശ്നമല്ല അവർക്ക്, ഇതൊന്നും അവർക്ക് പ്രശ്നമല്ലെന്നേ. ഇത് അപ്പോഴത്തെ അവസരത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കും. ഐഡിയോളജി എന്നോ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ കൊടിയെക്കുറിച്ച് ആരങ്ങനെ പറയും? കൊടിയെക്കുറിച്ചല്ലേ എല്ലാ മഹത്വക്കളും വാഴ്ത്തിയിട്ടുള്ളത്. ടാഗോർ വാഴ്ത്തിയിട്ടുണ്ട് കൊടിയെക്കുറിച്ച്, കുമാരനാശാൻ പാടിയിട്ടുണ്ട്. കൊടി മാറ്റിക്കെട്ടിയ ഒരു സമൂഹത്തെ ഒരു കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കൊടി മാറ്റിക്കെട്ടിയ ധ്വജകോടി എന്ന പോലെ എന്നാണ്. തടവി ഗളത്തിൽ അനിഷ്ട ദർശനം, ഇഷ്ടമില്ലാത്ത ദർശനം. താലി ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ ചാർത്തിയാൽ എങ്ങനെയുണ്ടാവും? അതിനെക്കുറിച്ച് ആശാൻ പറഞ്ഞത് തടവി ഗളത്തിൽ അനിഷ്ട ദർശനം, ഏതുപോലെ കൊടി മാറ്റിക്കെട്ടിയ ധ്വജകോടി എന്ന പോലെന്നാണ്. അപ്പൊ കൊടിക്ക് എത്ര പ്രാധാന്യമുണ്ടല്ലോ. അപ്പൊ ആ കൊടി മാറ്റിയത് ലീഗിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായ ഒരു പരാജയമാണെന്നാണോ ലീഗ് അണികളുടെ മൊറാലിറ്റി പോയി, ലീഗിന്റെ മൊറാലിറ്റി നഷ്ടപ്പെട്ടു, ആത്മവീര്യം കെടുത്തി പോയി, നാണം കെട്ട അവസ്ഥയായി പോയി. അത് ലീഗുകാരുടെ ഉള്ളിൽ ഒരു അമർഷമായിട്ട് വരാൻ സാധ്യതയുണ്ടോ? പൊന്നാനിയിലടക്കം പാർലമെന്റ് സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ അത് കഴിഞ്ഞ് ഒരു MP സ്ഥാനം രാജ്യസഭയിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞും എല്ലാം ഒപ്പിച്ചു. അത് തന്നെ പറഞ്ഞിരിക്കുന്ന വഹാബ് കഴിഞ്ഞാൽ ആ കാലം കഴിഞ്ഞാൽ അത് തിരിച്ചാണ്ട് കൊടുക്കണം എന്ന് തന്നെ കുറച്ച് കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ വെച്ചു. അവിടെ തന്നെ ആത്മവീര്യം പോയി. അതായത് കോൺഗ്രസിന്റെ പാളയങ്ങളിലുള്ള ആടുജീവിതമാണ് ലീഗിന് എന്നതാണ് പ്രതിപക്ഷം യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് വിമർശിക്കുന്നത്. സത്യത്തിൽ അത് അങ്ങനെ തന്നെയാണ്. അതെന്താ ലീഗിന്റെ പ്രശ്നമല്ല, അതെന്നേ കോൺഗ്രസിന്റെ പ്രശ്നമല്ല. ലീഗ് കൈകാര്യം ചെയ്യുന്ന അതിൻ്റെ ഒരു മാനേജിംഗ് ഡയറക്ടർ പോലെ പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകളുടെ പ്രശ്നമാണ്. അവരുടെ ആവശ്യത്തിന് വേണ്ടി എല്ലാം വ്യാഖ്യാനിക്കും, എല്ലാം കൊണ്ടുവരും. ഇതിന് ചർച്ചയില്ല ഇതിനകത്ത്. ഈ പാർട്ടിക്കകത്ത് ഞാൻ അതിൻ്റെ സംസ്ഥാന സംഘടനാ ചുമതലയുണ്ടായിരുന്ന സെക്രട്ടറിയാണ്. UA ബിരാന് ശേഷം ഞാൻ മാത്രമേ ആ പോസ്റ്റിൽ ഉണ്ടായിട്ടുള്ളൂ. എനിക്കതിന് നന്നായിട്ട് അറിയില്ലോ. അതിനകത്ത് ചർച്ചയല്ല. ഇന്നലെ രാത്രി കിടക്കുമ്പോൾ ഉറക്കം വരാതിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. കാലത്ത് വിളിച്ച് പറയും, മജീദേ നമുക്ക് നാളെ അങ്ങനെ തീരുമാനിക്കാട്ടാ, അല്ലെങ്കിൽ തങ്ങളെ നമുക്കങ്ങനെ പോകല്ലേ, ശരി തീരുമാനമായി പറയും. അതല്ലാതെ വേറൊരു കാര്യമില്ല. 2-3 ആളുകളുടെ മാത്രം തീരുമാനമാണ്. ഒരാളുടെ എന്ന് വേണമെങ്കിൽ പറയാം. അത് മറ്റുള്ളവരൊക്കെ മെഗാഫോണാണ്. അത്രേ ഉള്ളൂ. അതായത് PK കുഞ്ഞാലിക്കുട്ടിയുടേതാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ചില ആളുകളുടെ ചില ആളുകളുടെ തീരുമാനം ബാക്കിയുള്ളവരുടെ കൂടെ അംഗീകാരം. 1-2 ആളുകൾ മെഗാഫോൺ ആവും, ബാക്കിയുള്ളവരൊക്കെ. ലീഗ് അങ്ങനെ ഒത്തുതീർപ്പുകൾ, തൊപ്പി മാറ്റുന്നു, പിന്നീട് രാജ്യസഭാ സീറ്റ് കോംപ്രമൈസ് ചെയ്യുന്നു, ലോക്സഭാ സീറ്റ് കോംപ്രമൈസ് ചെയ്യുന്നു, ഇപ്പോൾ കൊടിയും കോംപ്രമൈസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഇനി എന്തുണ്ട് ബാക്കി? ഇന്നലെ രസമുണ്ടായാലോ, പൊന്നാനി പാർലമെന്റിൽ ഒരു സ്ഥാനാർത്ഥി, തൊപ്പിയിട്ട ഒരു സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. അയാൾക്ക് തൊപ്പിയിട്ട നോമിനേഷൻ സ്വീകരിക്കാൻ പാടില്ലെന്ന് ലീഗ് അവിടെ വാദിച്ചു. സ്ക്രൂട്ടിനി സമയത്ത് ലീഗിന്റെ പ്രതിനിധികൾ വാദിച്ചു, തൊപ്പിയിട്ട സ്ഥാനാർത്ഥി പാടില്ല, അയാളുടെ ഫോട്ടോ, അയാളുടെ നോമിനേഷൻ നിരസിക്കണം, കാരണം തൊപ്പിയിട്ടു എന്നതുകൊണ്ടാണ് എന്ന് ലീഗ് എവിടേക്കാണ് പോകുന്നതെന്നൊന്നും പറയുന്നില്ല, എവിടെ നിന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്താ അതിനൊരു അത് ഞാൻ പറഞ്ഞത്, അതിനൊരു ഐഡിയോളജി ഇല്ല. അത് ഒരു ആൾക്കൂട്ടമായി മാത്രം മാറി. ലീഗ് ഒരു ആൾക്കൂട്ടമായി മാറി എന്നതിന്റെ ഉദാഹരണമാണ് കൊടി നഷ്ടപ്പെട്ട ലീഗിന്റെ റാലി. കൊടി നഷ്ടപ്പെട്ട ലീഗ് ഒരു ആൾക്കൂട്ടമായി മാറിക്കഴിഞ്ഞു. മറ്റൊരു കാര്യമുണ്ടല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു പ്രശ്നമുണ്ടല്ലോ. ഈ കോൺഗ്രസിന് ചിലപ്പോൾ കാര്യങ്ങൾ ഉണ്ടായേക്കാം. ലീഗ് എന്തിനതിനു വേണ്ടി ത്യാഗം സഹിച്ചു? പണ്ട് അക്കിത്തം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അരിവപ്പോന്റെ തീയിൽ ചെന്ന് നെയ്യാൻ പാറ്റ പതിക്കവേ പിറ്റേന്ന് ഇടവഴിക്കുണ്ടിൽ കണ്ടു ശിശു ശവങ്ങളെ കരഞ്ഞുകൊണ്ട് ചൊന്നേന ഞാൻ ഭാവി പോരരോട് ഇങ്ങനെ വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം. അരിവപ്പോന്റെ തീയിൽ ചെന്നിട്ട് ഈയാൻ പാറ്റ ചാടേണ്ട കാര്യമില്ലല്ലോ. അരിവപ്പോൻ അവന് കാര്യമുണ്ട്, അവന്റെ ഭക്ഷണമാണ്. ഈയാൻ പാറ്റയ്ക്ക് എന്തുണ്ടായി? ഈയാമ്പറ്റയ്ക്ക് എന്ത് ഗുണമുണ്ടായി? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഈയാമ്പറ്റകളെ പോലെയായി തീരുന്നു ലീഗ് പ്രവർത്തകർ എന്നതാണ് കെ സാംസ ഓർമ്മപ്പെടുത്തുന്നത്. അതിന്റെ പ്രതിഫലനം പൊന്നാനി മണ്ഡലത്തിലും ഉണ്ടാകും എന്നുള്ളതാണ്. തീർച്ചയായും അതുണ്ടാവും. പാർട്ടിക്കാർ കാത്തിരിക്കുകയാണെന്ന്.
പാർട്ടിക്കാർ കാത്തിരിക്കുകയാണ്. ഈ അഹങ്കാരത്തിന് ഒരു മറുപടി നൽകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു കാര്യം കൂടി, ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ദേശീയ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയമില്ല. ന്യായ പത്രികയിൽ പറയുന്നത് തങ്ങൾ അധികാരത്തിൽ വന്നാൽ CA റദ്ദു ചെയ്യുമെന്ന് CPM-ന്റെ പ്രകടന പത്രികയിലുണ്ട്, കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലില്ല. ലീഗുകാർക്ക് ഇതും ഒരു വിഷയമല്ലേ? അല്ല, ലീഗ് നേതൃത്വത്തിന് ഇതൊരു വിഷയമല്ല, ലീഗുകാർക്ക് ഇത് വിഷയമാണ്. ലീഗുകാർ ഇന്നലെ തന്നെ ഞാനുമായി എൻ്റെ പഴയ സഹപ്രവർത്തകരൊക്കെ സംബന്ധിച്ചു. അവർ വളരെയധികം ദുഃഖിതരാണ് ഈ കാര്യത്തിൽ. കോൺഗ്രസിനെ ഇനി എങ്ങനെ ഇക്കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റും? ഖാർഗെയോട് ചോദിച്ചു, അന്ന് തന്നെ പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത് മാറ്റുമോ ചോദിച്ചു. ഞങ്ങൾക്കത് ആലോചിക്കേണ്ട വിഷയമാണെന്നാണ് പറഞ്ഞത്. നാളെ പറയാമെന്നാ പറഞ്ഞത്. ഇതൊരു ആലോചിക്കേണ്ട വിഷയമാണോ? ഏക സിവിൽ കോഡിന്റെ കാര്യത്തിലും അവർ അങ്ങനെയാണ്. SDP-യുടെ പിന്തുണ തള്ളാൻ വേണ്ടി 72 മണിക്കൂർ എടുത്തു കോൺഗ്രസ് എന്നുള്ളത് ഒരു വിഷയമാണോ? അല്ല, അതിനുള്ളിൽ സമസ്തയ്ക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ രൂപപ്പെട്ടിട്ടുണ്ടോ ഇപ്പോൾ? അല്ല, അത് തള്ളാൻ ഒരു 72 മണിക്കൂർ എടുത്തതായിരുന്നില്ല സത്യത്തിൽ. ആ 72 മണിക്കൂർ എന്താണെന്നറിയോ? അതിന് മുമ്പ് വേറൊരു 72 മണിക്കൂർ ഇവരുമായി ധാരണ ഉണ്ടാക്കാൻ എടുത്തിട്ടുണ്ട്. ആ ധാരണ എങ്ങനെ ഒതുക്കണം എന്നുള്ള അതിനു വേണ്ടി എടുത്ത 72 മണിക്കൂറാണ്. ഇതിലാളുകൾ കുറെ ആളുകൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. KC വേണുഗോപാലും മറ്റു മറിച്ചുള്ള കുറെ ആളുകളൊക്കെ ഇവരുമായി നിരന്തരം ചർച്ച ചെയ്തിട്ടാണ് തീരുമാനത്തിൽ എത്തിയിട്ടുള്ളത്. തള്ളൂല കൊള്ളും എന്നൊക്കെ പറഞ്ഞുള്ള ധാരണ ഉണ്ട് അവർ തമ്മിൽ. മാത്രമല്ല, ഇങ്ങനെ പിന്തുണ കൊടുത്താൽ അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യുപകാരമായി എന്ത് കൊടുക്കും എന്നതൊക്കെ ചർച്ച നടന്നിട്ടുണ്ട്. അതെങ്ങനെ ഒതുക്കണം എന്നതിനാണ് 72 മണിക്കൂർ എടുത്തത്. ഓക്കെ, അപ്പം പല വിഷയങ്ങളിലും ലീഗ് അണികൾക്കിടയിലുള്ള ഒരു അമർഷം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടായി വരുമെന്നതാണ് KS ഹംസ പറയുന്നത്. വോട്ടായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. തകരാത്ത കോട്ടകളൊന്നുമില്ല. താങ്കളുടെ കുതിര കണ്ടപ്പോഴും എനിക്കതാണ് തോന്നിയത്. താങ്കളുടെ അതിൽ ആഘോഷത്തെ വയലർ അങ്ങനെ ഒരു ആഘോഷത്തെ പറഞ്ഞല്ലോ, സർഗസംഗീതം അല്ലേ? എത്ര കൊറ്റക്കുടകൾ, യുഗങ്ങളിൽ കുത്തി നിർത്തിയ മുത്തണിക്കൂണുകൾ, ആ കുളമ്പടി ഏറ്റേറ്റു വീണുപോയി അത്രയേറെ ഭരണകൂടങ്ങളും തകരും. തകരും. അത് കേരളത്തിലാണോ തകരുക, കേന്ദ്രത്തിലാണോ തകരുക? കേന്ദ്രത്തിലെ ഭരണകൂടം തകരണമെങ്കിൽ കേരളത്തിൽ അഹങ്കാരികൾ മാറണം. കേരളത്തിലെ ഇതിൽ പൊന്നാനിയിൽ മാറും, കേന്ദ്രവും മാറും. പൊന്നാനിയിലും മാറും, കേന്ദ്രവും മാറും അല്ലേ? അതെ. ആ ഒരു ഉറച്ച വിശ്വാസം വോട്ടർമാർക്കിടയിലുണ്ടോ? വോട്ടർമാരുടെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പെഡഗോഗിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ക്രിട്ടിക്കൽ പെഡഗോഗിയാണ്. അത് വോട്ടർമാരിൽ നിന്ന് ആശയം സ്വീകരിച്ച് കരുത്താർജിക്കുക, എന്നിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ലൈലത്തുൽ ഖദറിന്റെ ഈ 27-ാം രാവിൽ സ്ഥാനാർത്ഥിയുടെ ആത്മവിശ്വാസം. ഒരു ചോദ്യം കൂടി, എന്താണ് ഈ കുതിരക്ക് ചുവന്ന റിബൺ കെട്ടിക്കൊടുക്കാൻ? അത് വളരെ ലളിതമാണ്. നമ്മളുടെ ചാനലിന്റെ ഒരു സിമ്പിൾ കളർ എന്ന് പറയുന്നത് ഒരു ചുവപ്പാണ്. അതിന് രാഷ്ട്രീയമായ വലിയ ബന്ധമൊന്നുമില്ല. നമ്മളത് ആൾക്കാർക്ക് കാണാൻ വേണ്ടി അല്ല, മാറ്റങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. മാറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ടാവണം, മാറിക്കൊണ്ടേയിരിക്കണം. മാറ്റമില്ലാത്തതിന് മാറ്റം മാത്രമാണ്. അപ്പൊ മാറിക്കൊണ്ടേയിരിക്കുക. ഞങ്ങൾ വിചാരിച്ച് പൊന്നാനിയിലൊരു മാറ്റത്തിന്റെ ഒരു ചുവന്ന പരവതാനിയുമായി താങ്കൾ കടന്നു വന്നു എന്നാണ്. മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, സ്വാഭാവികമായും പല തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. അപ്പോൾ ഇന്നത്തെ മനോഹരമായ രാവ്, ലൈലത്തുൽ ഖദറിന്റെ രാവ്, നേരത്തെ KS ഹംസ മനോഹരമായി വിശദീകരിച്ചതുപോലെ ഖുർആൻ ഇറങ്ങിയ രാവ്, ആ രാവിൽ നമുക്കൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഇന്നത്തെ ഒരു മനോഹരമായ ഒരു ഗാനം കൂടി നമുക്ക് കേൾക്കാം. ഓക്കെ, അപ്പോൾ ഈ സമയത്തിന് വളരെ നന്ദി KS ഹംസ. നമുക്കപ്പം ഒരു പാട്ടുകാരനുണ്ടല്ലോ, അദ്ദേഹം പാട്ടുകാരൻ സ്വയം പരിചയപ്പെടുത്തും. അദ്ദേഹത്തിന്റെ പേര് വിമോജ് മോഹന്റെ പാട്ട് കൂടി കേട്ടിട്ട് ഞങ്ങൾ അങ്ങ് യാത്രയേക്കാം. അപ്പൊ പാട്ടും പാടി അങ്ങ് പാർലമെന്റിലേക്ക് വരൂ. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് പാടാം. ഓക്കെ, 27-ാം രാവായതുകൊണ്ട് 27-ാം രാവായതുകൊണ്ട് നമുക്ക് 14-ാം രാവ് വെച്ച് തുടങ്ങാം. 14-ാം രാവ് വെച്ച്. ശരി. 14-ാം രാവുദിച്ചത് മാനത്തോ, കല്ലായി കടവത്തോ, പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ, കണ്ണാടി കവിളത്തോ. 14-ാം രാവുദിച്ചത് മാനത്തോ, കല്ലായി കടവത്തോ. തത്തമ്മ ചുണ്ടു ചുവന്നത് തളിർ വെറ്റില തിന്നിട്ടോ, തത്തമ്മ ചുണ്ടു ചുവന്നത് തളിർ വെറ്റില തിന്നിട്ടോ. മാറനൊരാൾ തേനിൽ മുക്കി മണിമുത്തം തന്നിട്ടോ, തനതിന്ത താനതിന്ത തിന്തിന്നോ, തനതിന്ത താനതിന്ത തിന്തിന്നോ, തനതിന്ത തനതിന്ത തിന്തിന്നോ.
താനതിൻ്റെ തിന്തിന്നോ. ഗംഭീരായി. പൊളിച്ചു. പൊന്നാനി കടവത്താണ് 27-ാം രാവ് ഉദിക്കുന്നത് എന്ന്. അതെ അതെ, പൊന്നാനി കടവത്താണ്. ഇവിടെ തത്തമ്മ ചുണ്ടുചു വന്നത് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതിന് മനോഹരമായ ഒരു വ്യാഖ്യാനവും തന്നു. താങ്ക് യു ശ്രീ കെ.എസ്. ഹംസ. അപ്പോ ജനങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് തീർച്ചയായും കുതിക്കാൻ കഴിയട്ടെ. Thank you. നല്ല ചൂടാണ്, ഇടയ്ക്ക് വെള്ളം കുടിക്കണം. ഇനി നോമ്പ് കഴിയുമ്പോൾ ഒരു ചൂടൊന്നുമില്ല, എനിക്ക് ചൂടൊന്നുമില്ല. കാരണം ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ നൽകുന്ന കരുതലിന്റെയും സ്നേഹത്തിന്റെയും ശീതള ഛായയിൽ എന്ത് ചൂടാ. ഗംഭീരം. അപ്പൊ ഗംഭീരം. കിട്ടുന്ന ഒരവസരവും ശ്രീ കെ.എസ്. ഹംസ പാഴാക്കുന്നില്ല കേട്ടോ. അതെന്തായാലും പൊന്നാനിയോട് ചേർന്ന് നിൽക്കുന്ന മനസ്സാണ് എന്നാണ് ആവർത്തിച്ച് കെ.എസ്. ഹംസ പറയുന്നത്.